മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. അടുത്ത ശ്ലോകം. സുവ്രത സുമുഖ സൂക്ഷ്മ സുഘോഷ സുഖദ സുഹൃത് മനോഹരോ ജിതക്രോധോ വീരബാഹുർവിദാരണ. 455 നാമം ആണ് സുവ്രത. ശോഭനമായ വ്രതത്തോടു കൂടിയവൻ. ശോഭനം വ്രതം അസ്യൈതി സുവ്രത എന്ന്. ശോഭനമായ അത്യധികമായി ശ്രേഷ്ഠമായിട്ടുള്ള വ്രതം ആർക്കാണോ ഉള്ളത് അവൻ സുവ്രത. ശോഭനമായ വ്രതം ഉള്ളവൻ സുവ്രത എന്ന്. ഭഗവാന് ശോഭനമായിട്ടുള്ള വ്രതം തന്നെയാണ്. എന്താണ് സുവ്രതമായിട്ടുള്ള വ്രതം എന്ന് വെച്ചാൽ, തന്നെ ശരണം പ്രാപിക്കുന്നവർക്ക് എല്ലാം വിട്ട് തന്നെ ശരണം പ്രാപിക്കുന്നവരുടെ സർവവിധമായിട്ടുള്ള ഐശ്വര്യവും താൻ നൽകിക്കൊള്ളാം, അവർക്ക് വേണ്ട വിധത്തിലുള്ളതായ ഉന്നതി താൻ നൽകും എന്നുള്ളതായിട്ടുള്ള വ്രതം. അതാണ് ഭഗവാന്റെ ഒരു വ്രതം. തന്നെ ആശ്രയിക്കുന്നവർക്ക് എല്ലാം നല്ല പോലെ വരുത്തി തീർക്കും എന്നുള്ളതായിട്ടുള്ള വ്രതം ആണ് ഭഗവാന്റെ ഒരു വ്രതം. ആ ശോഭനമായ വ്രതം ഉള്ളതുകൊണ്ട് ഭഗവാൻ സുവ്രത എന്ന്. അടുത്തത് സുമുഖ. ശോഭനമായ മുഖം ആർക്കാണോ ഉള്ളത് അവൻ സുമുഖ. ശോഭനം മുഖം അസ്യൈതി സുമുഖ. ശോഭനമായ മുഖം ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ദേഹം സുമുഖൻ എന്ന്. അതായത് പ്രസന്നമായിട്ടുള്ള മുഖത്തോട് കൂടിയവൻ, മനോഹരമായിട്ടുള്ള മുഖത്തോട് കൂടിയവൻ എന്നുള്ള അർത്ഥം വരാം ശോഭനമായിട്ടുള്ള മുഖം എന്നുള്ളതിന്. അല്ലെങ്കിൽ പ്രസന്നമായിട്ടുള്ള മുഖത്തോട്, പ്രസന്നത ഉണ്ടാവുമ്പോഴാണ് മുഖത്തിന് സുമുഖത്വം വരിക. അപ്പോൾ ആ പ്രസന്നമായിട്ടുള്ള മുഖത്തോട് കൂടിയവൻ സുമുഖ എന്നുള്ള അർത്ഥം. അതായത് അപ്പോൾ ദാശരഥി രാമനെ പ്രത്യേകിച്ചും പറയുന്നു, ദശരഥപുത്രനായിട്ടുള്ള ശ്രീരാമനെ പ്രത്യേകിച്ച് പറയുന്നതായിട്ടും പറയാം. എന്താണെന്ന് വെച്ചാൽ, എല്ലാ സുഖത്തിലും എല്ലാ ഐശ്വര്യത്തിലും എല്ലാ ദുഃഖത്തിലും ഒരേപോലെ പ്രസന്നമായിട്ടുള്ള മുഖത്തോടു കൂടിയവനാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് സുമുഖ എന്നുള്ളതായി ശ്രീരാമൻ അങ്ങനെയാണ്. അപ്പോൾ ആ ശ്രീരാമരൂപിയായിട്ടുള്ള ഭഗവാനെ പറയുന്നു എന്നുള്ള ഒരു വ്യാഖ്യാനം കൂടി അവിടെയുണ്ട്. അതായത് വനത്തിലേക്ക് പോകുന്നതായിട്ടുള്ള അവസരത്തിലും രാജ്യാധികാരം കൊടുക്കാനായിട്ട് അഭിഷേകം ചെയ്യാനായിട്ട് ഒരുങ്ങുന്നതായിട്ടുള്ള അവസരത്തിലും ഒരേപോലെ ആയിരുന്നു ഭഗവാന്റെ മുഖം, ശ്രീരാമൻ്റെ മുഖം എന്നാണ് പറയണത്. രാമായണത്തിൽ പറയണത് പോകുമ്പോഴും ആദ്യം അഭിഷേകത്തിന് ഒരുങ്ങുമ്പോഴും പിന്നെ വനത്തിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴും മുഖത്തിന് ഒരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ല. സുമുഖമായിട്ടുള്ള പ്രസന്നമായിട്ടുള്ള മുഖം തന്നെയായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ട് അദ്ദേഹം സുമുഖനാണ്. ഭഗവാന്റെ അവതാരം തന്നെയാണ് ഭഗവാൻ ശ്രീരാമൻ. അപ്പം അതുകൊണ്ട് സുമുഖ എന്നുള്ളതായിട്ടുള്ള നാമധേയം ഭഗവാന് വന്നു. അതല്ലെങ്കിൽ ഭഗവാന്റെ സ്വതവേ തന്നെ മുഖം സുമുഖമായതുകൊണ്ട്, മനോഹരമായതുകൊണ്ട് സുമുഖ എന്നുള്ളതായിട്ടുള്ള നാമം വന്നു എന്ന്. ഇനി അടുത്തത് സൂക്ഷ്മ. അടുത്ത നാമധേയം സൂക്ഷ്മ എന്ന്. ശബ്ദാദി സ്ഥൂല കാരണരഹിതത്വാത്. ശബ്ദാദികളായിട്ടുള്ള സ്ഥൂലത്വത്തിന് കാരണമായിട്ടുള്ള ഗുണങ്ങൾ, ശബ്ദാദികളായിട്ടുള്ള ഗുണങ്ങൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട്, ശബ്ദാദികളായിട്ടുള്ള ഭൂതങ്ങൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഭഗവാൻ സൂക്ഷ്മ എന്ന്. അതായത് സൂക്ഷ്മം സ്ഥൂലം. സൂക്ഷ്മം എന്ന് വെച്ചാൽ വളരെ സൂക്ഷ്മമായിട്ടുള്ളത്. സ്ഥൂലം എന്ന് പറഞ്ഞാൽ തടിച്ചത്, പ്രകാശം പുറത്തേക്ക് കാണാവുന്ന വിധത്തിലുള്ളത്. സൂക്ഷ്മമാകുമ്പോൾ അത് പറ്റില്ല, അണുരൂപത്തിൽ ആണ്. സ്ഥൂലം എന്ന് പറഞ്ഞാൽ അതല്ല, സ്ഥൂലമായിട്ടുള്ള ഘടാദികളെ പോലെ സ്ഥൂലമായിട്ടുള്ളത് എന്നാണ്. ഈ സ്ഥൂലത കരുത്തുന്നതിനൊക്കെ കാരണം ഈ ശബ്ദാദികളുടെ ഭൂതങ്ങളുടെ ശബ്ദം, ജലതന്മാത്രയുണ്ട്, ശബ്ദതന്മാത്രയുണ്ട്, തേജസ് തന്മാത്ര, വായു തന്മാത്ര, പൃഥ്വി തന്മാത്ര, ഇങ്ങനെ ഇതിൻ്റെയൊക്കെ പരസ്പരമായിട്ടുള്ള യോജിപ്പ് കൊണ്ടാണ് സ്ഥൂലത ഉണ്ടാവുന്നത് എന്നാണ് പറയണത്. അതായത് ഈ മഹാഭൂതങ്ങളുടെ ഉൽപ്പത്തി തന്നെ അങ്ങനെയാണ്. ഇത് നമ്മൾ ഈ പഞ്ചീകരണം എന്നൊക്കെ പറയണതായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പം അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം
ശബ്ദത്തിൽ നിന്ന് ആകാശ തന്മാത്ര ആണ് ഉണ്ടാവുന്നത്. ആകാശ തന്മാത്രയും വായു തന്മാത്രയും കൂടിയിട്ട് വായുവിൻ്റെ ഇതുണ്ടാവുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും തന്മാത്രകളും തേജസ് തന്മാത്രയും കൂടിയിട്ട് തേജസ്സിൻ്റെ ഉണ്ടാവുന്നു. ഇത് മൂന്നും ജലത്തിൻ്റെ തന്മാത്രയും കൂടിയിട്ട് അങ്ങനെ പല വിധത്തിൽ ഈ പഞ്ചീകരണത്തിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, ഈ പൃഥ്വിയുടെ ഒരു തന്മാത്ര ബാക്കിയുള്ളതിൻ്റെ നാലിൻ്റെയും തന്മാത്ര ചേർന്നിട്ട് അങ്ങനെ എന്നുള്ളത് പല വിധത്തിലും വ്യാഖ്യാനിക്കുന്നുണ്ട്. ഈ ഭൂതങ്ങൾ ഉണ്ടാവണ, പഞ്ചഭൂതങ്ങൾ ഉണ്ടാവണതിനെ സംബന്ധിച്ചിട്ട് അത് പലതരത്തിലുള്ളതായിട്ടുള്ള വ്യാഖ്യാനം ഉണ്ട്. അത് പോട്ടെ. എന്തായാലും അങ്ങനെയുള്ളതായിട്ടുള്ള ശബ്ദാദി തന്മാത്രകൾ ഭഗവാനിൽ ഇല്ല എന്നുള്ളത് കൊണ്ട്, ഭഗവാന്റെ സ്വരൂപം ആയിട്ടുള്ള ആത്മസ്വരൂപത്തിൽ ഇതൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പ്രകൃതിയെ ഇളക്കി ഭഗവാൻ തന്നെ ഇഷ്ടപ്രകാരം സ്വേച്ഛയാ പ്രകൃതിയെ, തൻ്റെ മായയെ ഇളക്കി, തന്നിൽ തന്നെ ഇരിക്കുന്നതായിട്ടുള്ള ആ മായയെ ഇളക്കി അതിന് ശേഷമാണ് ഈ മഹത്തത്വം, അഹങ്കാരതത്വം, അഹങ്കാരത്തിൽ നിന്ന് തന്മാത്രകൾ ഒക്കെ ക്രമത്തിലുണ്ടാവണത് എന്നാണ് പറയണത്. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ സ്ഥൂലത്തിന് കാരണമായിട്ടുള്ള തന്മാത്രകളൊന്നും ഭഗവാനിൽ സ്വതവേ ഇല്ലാത്തത് കൊണ്ട് ഭഗവാൻ സൂക്ഷ്മ എന്നുള്ളതായിട്ടുള്ള നാമധേയം ഭഗവാന് വന്നു എന്നാണ്. പിന്നെ അടുത്തത് സുഘോഷ, ശോഭനമായ ഘോഷത്തോടു കൂടിയവൻ. ഘോഷം എന്ന് വെച്ചാൽ ശബ്ദത്തിൻ്റെ ഇതാണല്ലോ, പുറത്തേക്ക് വരുന്നതായിട്ടുള്ള ശബ്ദം, അതാണ് ഘോഷം. ആ ഘോഷം, ശോഭനമായിട്ടുള്ള ഘോഷം ഉള്ളത് എന്ന് പറയുമ്പോൾ ആ ശോഭനമായിട്ടുള്ള ഘോഷം എന്താണെന്ന് വെച്ചാൽ വേദങ്ങളാണ്. ആ വേദങ്ങൾ ഭഗവാനിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ളതായതുകൊണ്ട് സുഘോഷം എന്നുള്ളത് ഭഗവാന് ഉണ്ട്. ശോഭനമായ ഘോഷം ഭഗവാനുള്ളത് കൊണ്ട്, അതായത് വേദങ്ങൾ ഭഗവാനിൽ നിന്നുണ്ടായതാണ് എന്നതുകൊണ്ട് ശോഭനമായ ഘോഷങ്ങൾ, ശബ്ദങ്ങൾ, അതായത് വേദങ്ങൾ ആകുന്ന ശബ്ദങ്ങൾ ഭഗവാനിൽ നിന്നുണ്ടായതാണ് എന്നതുകൊണ്ട് ഭഗവാന് സുഘോഷ എന്നുള്ളതായ നാമധേയം. അടുത്തത് സുഖദഃ, സുഖം ദദാതി ഇതി സുഖദഃ, സുഖത്തെ നൽകുന്നു, എല്ലാവർക്കും സുഖത്തെ നൽകുന്നു. അതായത് ആഗ്രഹിക്കുന്ന സദ്വൃത്തന്മാർക്ക്, സജ്ജനങ്ങൾക്കൊക്കെ സുഖം നൽകുന്നു, സദ്വൃത്തന്മാർക്ക്, സജ്ജനങ്ങൾക്ക് സുഖത്തെ നൽകുന്നു എന്നുള്ളത് കൊണ്ട് സുഖദഃ എന്ന്. അതല്ലെങ്കിൽ തന്നെ സുഖദഃ എന്നുള്ളതിന് സുഖം ദ്യതി ഇതി സുഖദഃ എന്നും വിഗ്രഹം പറയാം. സുഖം ദ്യതി ഇതി സുഖദഃ. ദ്യതി എന്ന് വെച്ചാൽ അതിനെ ഇല്ലാതാക്കുന്നു, സുഖത്തെ ഇല്ലാതാക്കുന്നു. ആർക്ക്? അസജ്ജനങ്ങൾക്ക്. അസജ്ജനങ്ങൾക്ക് സുഖം ഇല്ലാതാക്കുന്നു എന്നുള്ളത് കൊണ്ട് സുഖദഃ എന്ന്. അപ്പം രണ്ട് തരത്തിൽ സുഖദഃ എന്നുള്ളതായിട്ടുള്ള വ്യാഖ്യാനം. സുഖം ദദാതി ഇതി സുഖദഃ, സുഖം ദ്യതി ഇതി സുഖദഃ എന്ന് രണ്ട് വിധത്തിൽ സുഖദഃ എന്നുള്ളതിനെ വ്യാഖ്യാനിച്ചു. ഇനി സുഹൃത്ത്, സുഹൃത്തായിട്ടുള്ളവൻ. സുഹൃത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യുപകാരം ആഗ്രഹിച്ചുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ചെയ്യണതിനെ, അങ്ങനെയുള്ള ആളുകളെ സുഹൃത്ത് എന്ന് പറയാറില്ല. തനിക്ക് പ്രതിഫലമായിട്ടൊന്നും ആഗ്രഹിക്കാതെ തന്നെ അന്യന് സുഖം ചെയ്യുന്ന, അന്യന് വേണ്ടത് ഹിതമായിട്ടുള്ളതിനെ ചെയ്യുന്നവനെയാണ് സുഹൃത്ത് എന്ന് പറയണത്. അല്ലാണ്ട് പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ട് ചെയ്യുന്നവരെ സുഹൃത്ത് എന്ന് പറയാറില്ല. പ്രതിഫലേച്ഛ കൂടാതെ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് സുഹൃത്ത് എന്ന് പറയുന്നത്. ഭഗവാൻ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്നതൊക്കെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടല്ല എന്നുള്ളത് കൊണ്ട്, പ്രതിഫലേച്ഛ കൂടാതെയാണ് ഭഗവാൻ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഭഗവാൻ സുഹൃത്താണ് എന്ന്, എല്ലാവരുടെയും സുഹൃത്താണ് ഭഗവാൻ എന്ന്. ഇനി മനോഹരഃ എന്ന അടുത്ത നാമധേയം. മനോഹരനാണ്, മനസ്സിനെ അപഹരിക്കുന്നവനാണ്, മനസ്സിനെ സന്തോഷം കൊണ്ട് അപഹരിക്കുന്നവനാണ്. സന്തോഷം കൊണ്ട് അപഹരിക്കുകയാണ്. ഇങ്ങനെ ആനന്ദസ്വരൂപനായതുകൊണ്ട് ആനന്ദം നൽകിക്കൊണ്ട് ഭഗവാൻ മനസ്സിനെ അപഹരിക്കുന്നു എന്നുള്ളതാണ്. നിരതിശയ ആനന്ദസ്വരൂപത്വാത്, നിരതിശയമായ ആനന്ദം തന്നെയാണ് ഭഗവാന്റെ സ്വരൂപം എന്നതുകൊണ്ട് മനോഹരതി, എല്ലാവരുടെയും മനസ്സിനെ ഹരിക്കുന്നു, അപഹരിക്കുന്നു എന്നതുകൊണ്ട് ഭഗവാൻ മനോഹരഃ എന്ന് നാമം. ഇനി ജിതക്രോധഃ, ജിതമായ ക്രോധത്തോടു കൂടിയവൻ. ആരാണോ ക്രോധത്തെ ജയിച്ചിട്ടുള്ളവൻ,
എല്ലാ കാമക്രോധാദികളെയൊക്കെ ജയിച്ചിട്ടുണ്ട്. അത് ജിതക്രോധ എന്ന് പറയുമ്പോൾ ക്രോധത്തെ ജയിച്ചവൻ എന്നർത്ഥം. ക്രോധം വരാതിരിക്കുക, ഭഗവാന് ക്രോധം വരില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ക്രോധം വരാത്തവനായിട്ടുള്ള, ക്രോധത്തെ ജയിച്ചവനായിട്ടുള്ളത് കൊണ്ട് ഭഗവാന് ജിതക്രോധ. അപ്പോൾ ഭഗവാൻ പല ദിക്കുകളിലും ക്രോധം കാണിക്കുന്നുണ്ടല്ലോ. ഹിരണ്യകശിപുവിനെ വധിക്കുന്നതായിട്ടുള്ള സമയത്ത്, ദുര്യോധനാദികളെ കംസനെ കൊല്ലുന്നതായിട്ടുള്ള സമയത്ത് ഒക്കെ ക്രോധം കാണിച്ചിട്ടില്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇതിനു വേണ്ടിയിട്ട്, ശത്രു സംഹാരത്തിന്, ദുഷ്ടഹരണ നിഗ്രഹത്തിന് വേണ്ടിയിട്ട് ക്രോധം കാണിക്കുക എന്നല്ലാതെ കണ്ട് ഭഗവാന് സ്വതവേ ക്രോധം ഉണ്ടായിട്ടല്ല, ഇതിനു വേണ്ടി ക്രോധം നടിക്കുകയാണ്. നാടിത രൗദ്ര ചേഷ്ടിത എന്ന് തന്നെ അവിടെ പറയുന്നുണ്ട്. ഈ നരസിംഹ രൂപത്തിൽ ഹിരണ്യകശിപുവിനെ വധിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ നാരായണീയത്തിൽ നാടിത രൗദ്രചേഷ്ടിത നടിക്കുകയാണ് എന്നാണ്. ക്രോധം രൗദ്രം നടിക്കുകയാണ്. സ്വതേ ആ രൗദ്രചേഷ്ടയൊന്നും ഭഗവാനുള്ളതല്ല. പക്ഷേ ആ സജ്ജന സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, ദുർജനങ്ങളെ ഹനിക്കാൻ വേണ്ടിയിട്ട് ആ ക്രോധം അഭിനയിക്കേണ്ടി വരികയാണ് എന്നുള്ളതാണ്. അപ്പം ജിതക്രോധ എന്ന നാമധേയം. ജിത ക്രോധ ഏന സഹ ജിതക്രോധ, ജിതമായിട്ടുള്ള ക്രോധത്തോടു കൂടിയവൻ. മര്യാദ സ്ഥാപനാർത്ഥം, മര്യാദയെ സ്ഥാപിക്കുന്നതിന് വേണ്ടി, വേദത്തിൽ പറയുന്നതായിട്ടുള്ള ആ ധാർമ്മികമായിട്ടുള്ള അവസ്ഥയെ സ്ഥാപിക്കുന്നതിന് വേണ്ടി ക്രോധം അഭിനയിക്കുന്നു എന്നേ ഉള്ളൂ. സുരാരീൻ ഹന്തി എന്നതു കോപാവേശ, അത് കോപാവേശം കൊണ്ടല്ല. അസുരന്മാരെ ഹനിക്കുന്നതൊക്കെ വേദത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ആ ധർമ്മത്തിൻ്റെ സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ക്രോധം അഭിനയിക്കുന്നത് എന്നാണ്. വീരബാഹു, അടുത്ത നാമധേയം വീരബാഹു. ത്രിദശ ശത്രൂൻ നിഘ്നൻ വേദമര്യാദാം സ്ഥാപയൻ വിക്രമശാലി ബാഹുരസ്യ ഇതി വീരബാഹു. വിക്രമങ്ങളുള്ളതായിട്ടുള്ള, വിക്രമത്തോടു കൂടിയതായിട്ടുള്ള, ശൗര്യത്തോടു കൂടിയതായ ബാഹുക്കൾ ഉള്ളതുകൊണ്ട് വീരബാഹു. ആ വീരബാഹുത്വം എന്തിനു വേണ്ടിയിട്ടാണ്? ശത്രുക്കളെ നിഗ്രഹിക്കാൻ വേണ്ടി, വേദധർമ്മങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി, ശത്രുനിഗ്രഹം ചെയ്യുന്നതിന് വേണ്ടി, അവരെ വധിക്കുന്നതിന് വേണ്ടിയുള്ളതായിട്ടുള്ള ശക്തങ്ങളായ ബാഹുക്കൾ ഉള്ളതുകൊണ്ട്, കൈകൾ ഉള്ളതുകൊണ്ട് ഭഗവാന് വീരബാഹു എന്നുള്ളതായ നാമധേയം. വിദാരണ എന്ന അടുത്ത നാമധേയം വിദാരണ. അധാർമികാൻ വിദാരയതി ഇതി വിദാരണ. അധാർമികന്മാരായിട്ടുള്ളവരെ, ധാർമ്മികന്മാരല്ലാത്തവരെ, ധർമ്മത്തെ സംരക്ഷിക്കാത്തവരെ, അധർമ്മത്തെ പ്രവർത്തിക്കുന്നവരെ വിദാരണം ചെയ്യുന്നതിന് വേണ്ടി നശിപ്പിക്കുന്നു. കീറിമുറിക്കുക എന്നാണ് വിദാരണം എന്നുള്ള വാക്കിനർത്ഥം. കീറിമുറിക്കുക എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക എന്ന് തന്നെ. അവരെ ഹരിക്കുന്നു എന്നതുകൊണ്ട്, അവരെ ഇല്ലാതാക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാന് വിദാരണ എന്നുള്ളതായ നാമധേയം. ആ ശ്ലോകം കഴിഞ്ഞു. സുവ്രത സുമുഖ സൂക്ഷ്മ സുഘോഷ സുഖദ സുഹൃത് മനോഹരോ ജിതക്രോധോ വീരബാഹുർവിദാരണ.